ബന്ധം ചേർക്കുക. ഇന്നിപ്പോ അനുജനും ജ്യേഷ്ഠനും കൊച്ചാപ്പയും മൂത്താപ്പയും എളാപ്പയും മാമയും വാപ്പയും മക്കളും എല്ലാവരും പിണക്കത്തില, എല്ലാവരും പ്രശ്നത്തില, കുടുംബ തർക്കത്തില. നിങ്ങളുടെ കുടുംബ തർക്കവുമായി നിങ്ങൾ ഇരുന്നോ? നിങ്ങൾ കുടുംബ തർക്കവുമായി ഇരുന്നിട്ട്, നിങ്ങൾ പിണങ്ങി ഇരുന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് തലകുത്തി മറിഞ്ഞ് നിസ്കരിച്ചാലും 1000 റക്അത്ത് നിസ്കരിച്ച് നിങ്ങളുടെ നെറ്റിത്തടത്തിൽ നിസ്കാര തഴമ്പ് വന്ന് ആ നിസ്കാര തഴമ്പ് പൊട്ടി അതിൽ നിന്ന് ചീഞ്ചലം ഒലിച്ചാൽ പോലും കഅബയുടെ കില്ല പിടിച്ച് നിങ്ങൾ എത്ര തന്നെ കുലിക്ക് ദുആ എന്നാലും നിങ്ങളുടെ ദുആയും ഇസ്തിഗ്ഫാറും അല്ലാഹു സ്വീകരിക്കില്ല. ബന്ധങ്ങൾ ചേർക്കാതെ. ഇത് പറഞ്ഞപ്പോ ഒരു സഹോദരൻ എന്നോട് ചൂടാവുക. നിങ്ങളോട് ആരാ പറഞ്ഞത്? ജ്യേഷ്ഠനോട് പിണങ്ങിയാൽ, അനുജനോട് പിണങ്ങിയാൽ നിസ്കാരം ശരിയാവൂല? ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കരുണയുടെ അതേ രൂപത്തിലാണ് കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലേ? റഹ്മാൻ എന്ന വാക്ക് എന്താ? അതിന് 3 അർത്ഥമുണ്ട്. റഹ്മ എന്നതിന് 3 അർത്ഥമുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ കരുണ, റഹ്മ. രണ്ട് ഉമ്മച്ചിയുടെ ഗർഭപാത്രം, അതിന് പറയുന്ന അറബിയിൽ പറയുന്ന പേര് റഹ്മ എന്നാണ്. മൂന്നാമത്തേത് കുടുംബ ബന്ധം, അതിന് പറയുന്നതും റഹ്മ എന്നാണ്. അപ്പോ അള്ളാഹിന്റെ കരുണ പോലെ ഉമ്മച്ചിയുടെ ഗർഭപാത്രം പോലെ സുന്ദരമാവണം, കളങ്കമില്ലാത്തതാവണം നിന്റെ കുടുംബ ബന്ധം. എന്നാൽ മാത്രമേ സ്വർഗം നിനക്ക് കിട്ടൂ. ആ കുടുംബ ബന്ധം പുലർത്തിയവരാ ഈ കിടക്കുന്ന ഭീമാ ഉമ്മയും അവരുടെ മക്കളും, അതുപോലെ തന്നെ ഈ കിടക്കുന്ന മഹാന്മാർ. അതുകൊണ്ടാണ് അവർക്ക് അത്ര വലിയ മഹത്വം കിട്ടിയത്. അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കണേ, ഇതൊരു വസിയത്തായി ഏറ്റെടുക്കുക.